നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പ്രഖ്യാപനം. ആ ഒരു പ്രഖ്യാപനം എത്രത്തോളം കേരളത്തിൽ ഇനി സാധ്യമാകും, അത് എങ്ങനെയാണ് സാമ്പത്തികപരമായിട്ട് കേരളത്തിനൊരു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാഹചര്യം എന്നുള്ള വലിയ ആശയക്കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും പ്രഖ്യാപനമാണ്, അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കുമെന്നുള്ള നിലപാടിലാണ് മുഖ്യമന്ത്രി VD സതീശൻ. ഇപ്പോഴിതാ വരാൻ പോകുന്ന 15-ന് ഈ KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഉറപ്പാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അതിന്റെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ആദ്യഘട്ടത്തിൽ ഓർഡിനറി സർവീസുകളിൽ മാത്രം നടപ്പിലാക്കും എന്നാണ് ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിട്ടുള്ള പദ്ധതി വരാനിരിക്കുന്ന ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരുത്താനാണ് VD മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത്. ആദ്യ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും ഓർഡിനറി ബസ്സുകളിൽ ഇത്തരത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതെന്നാണ് സൂചന. ഇതിനുശേഷം പിന്നീട് മറ്റു ബസ്സുകളിലേക്കും പദ്ധതികൾ നടപ്പിലാക്കാനുള്ള തീരുമാനമായി എന്ന് മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും ചേർന്ന ചർച്ചയിലൂടെ ധാരണയായി കഴിഞ്ഞു. KSRTCക്കുള്ള നഷ്ടം നികത്തുന്നതിന് പഠിക്കാൻ വേണ്ടി ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തുവരികയാണ്. ആദ്യ 100 ദിനം പദ്ധതി പഠിച്ച് രണ്ടാം ഘട്ടം നടപ്പിലാക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലും ദീർഘദൂര സർവീസുകളിലും തുടക്കത്തിലെ സൗജന്യ യാത്ര അനുവദിക്കുന്നത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും വരുമാന നഷ്ടത്തിന് കാരണമാകുമെന്നുമാണ് KSRTC വിദഗ്ധ സമിതി നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ആദ്യ 100 ദിവസങ്ങളിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര പരിമിതപ്പെടുത്തുന്ന രീതിയിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കാലയളവിലെ യാത്രാ രീതികളും പഠിച്ച ശേഷം രണ്ടാം ഘട്ടത്തിൽ മറ്റു ബസ്സുകളിലേക്ക് കൂടി ഈ ആനുകൂല്യം വ്യാപിപ്പിക്കും എന്നാണ് ഇപ്പോൾ സൂചനകൾ വരുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതോടെ ടിക്കറ്റ് വരുമാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം പദ്ധതി നടപ്പിലാക്കാൻ പ്രതിമാസം ഏകദേശം 57 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടെന്നാണ് KSRTCയുടെ കണക്കുകൂട്ടൽ. ഈ സാമ്പത്തിക നഷ്ടം എപ്രകാരം നികത്തും എന്നും ഫണ്ട് കണ്ടെത്തണം എന്നുള്ള രീതിയൊക്കെ വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ധനകാര്യ സെക്രട്ടറിയെ നിലവിൽ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും സെക്രട്ടേറിയറ്റിൽ നടത്തിയിട്ടുള്ള നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെയാണ് പദ്ധതിയുടെ ആദ്യഘട്ട രൂപരേഖ ഇപ്പോൾ അന്തിമ അംഗീകാരത്തോടെ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യത്തെ 100 ദിവസങ്ങളിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ഉന്നതതല യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുശേഷം യാത്രക്കാരുടെ എണ്ണത്തിലും സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിശദമായി പഠിച്ച ശേഷമേ രണ്ടാം ഘട്ടത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള മറ്റു ഉയർന്ന ശ്രേണിയിലുള്ള ദീർഘദൂര ബസ്സുകളിലേക്ക് ആനുകൂല്യം വികസിപ്പിക്കും എന്നുള്ള കാര്യത്തിലും തീരുമാനമാകുന്നു. 100 ദിവസത്തെ ലാഭയിഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകിയതിനു ശേഷമായിരിക്കും മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എന്നാണ് സൂചന. സംസ്ഥാനത്ത് പ്രതിമാസം ശരാശരി 23 ലക്ഷം പേർ KSRTCയെ ആശ്രയിക്കുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള കണക്ക്. ഇതിൽ പകുതിയോളം ഏകദേശം 10 മുതൽ 12 ലക്ഷം വരെയുള്ള ആളുകൾ എന്ന് പറയുന്നത് യാത്രക്കാരെന്ന് പറയുന്നത് സ്ത്രീകളാണ്. ഇത്രയും വലിയൊരു വിഭാഗത്തിന് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ കോർപ്പറേഷൻ ഉണ്ടാകുന്ന ഭീമമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും സർക്കാർ തന്നെ ഏറ്റെടുക്കുമെന്ന് പറയുമ്പോഴും അതെങ്ങനെ എന്നുള്ള ഒരു ആശയക്കുഴപ്പം നിലവിലുണ്ട്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം പദ്ധതി നടപ്പിലാക്കുമ്പോൾ സർക്കാരിന് 3 മാസത്തേക്ക് ഏകദേശം 57 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് KSRTCക്ക് ഉണ്ടാകാൻ സാധ്യതയെന്നാണ് കണക്കുകൂട്ടൽ. മറ്റ് ബസ്സുകളുടെ കാര്യങ്ങൾ കൂടെ പരിഗണിക്കുമ്പോൾ പദ്ധതി വ്യാപിപ്പിച്ചാൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് KSRTC ഗതാഗത വകുപ്പ് കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഓർഡിനറിയും സിറ്റി ഫാസ്റ്റും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 3 മാസത്തേക്ക് 65 കോടി രൂപയും ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് എന്നിവയിലായാൽ 90 കോടി രൂപയും നഷ്ടം വരുമെന്ന് കണക്ക്. എല്ലാ ക്ലാസ് ബസ്സുകളും സൗജന്യം അനുവദിച്ചു കഴിഞ്ഞാൽ 3 മാസത്തെ നഷ്ടം 112 കോടി രൂപയിൽ അധികമായി ഉയരുമെന്നുള്ള ആശങ്കയുമുണ്ട്. ശമ്പളത്തിനും പെൻഷനും കൂടി സഹായത്തിന് പുറമെ ഈ തുക കൂടി സർക്കാർ നൽകേണ്ടി വരും എന്നതിനാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ KFCയെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ സമീപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അല്ലെങ്കിൽ ആലോചനകൾ എന്നാണ് സൂചന. നിലവിൽ പെൻഷൻ തുക സഹകരണ ബാങ്കുകൾ വഴി നൽകി പിന്നീട് സർക്കാർ പലിശ സഹിതം തിരിച്ചടയ്ക്കുന്ന മാതൃകയിൽ സൗജന്യ യാത്രയുടെ ചിലവ് KFC ഏറ്റെടുക്കുകയും പിന്നീട് സർക്കാർ അത് നികത്തുകയും ചെയ്യുന്ന രീതിയിലാണ് കൃത്യമായ ഒരുക്കങ്ങൾ ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യം പരിമിതപ്പെടുത്തുമ്പോൾ മലബാർ മേഖലയിൽ ഉൾപ്പെടെ ഇതിന്റെ ഗുണം പൂർണ്ണമായി ലഭിക്കില്ല എന്ന വിലയിരുത്തലും നിലവിൽ പുറത്തുവരുന്നുണ്ട്. തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ
വടക്കൻ ജില്ലകളിൽ KSRTC ഓർഡിനറി സർവീസുകൾ കുറവാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി നിലവിലൊരു ഓർഡിനറി ബസ് പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പുതിയ സർവീസ് ആരംഭിക്കുന്നതിനെ കുറിച്ചും സർക്കാർ ആലോചനയിലുണ്ട്. ജാതിയോ സാമ്പത്തിക സ്ഥിതിയോ നോക്കാതെ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ സൗജന്യ യാത്ര ലഭ്യമാക്കാനാണ് നിലവിലത്തെ തീരുമാനം. അതേസമയം പദ്ധതി ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച സ്മാർട്ട് കാർഡുകൾ ഏർപ്പെടുത്തുന്ന കാര്യവും സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ട്. അതുമാത്രമല്ല, പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ KSRTCയിലെ പ്രതിപക്ഷ യൂണിയനുകൾ ആശങ്ക രേഖപ്പെടുത്തിയ സാഹചര്യവും നിലവിലുണ്ട്. പദ്ധതി കാരണം KSRTCക്ക് ഉണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത സർക്കാർ പൂർണ്ണമായും ഏറ്റെടുക്കുമെന്നാണ് CITUവിന്റെ നിലപാടെങ്കിലും സ്ഥാപനത്തിന് ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ KSRTCയെ സർക്കാർ ഡിപ്പാർട്ട്മെന്റായി ഏറ്റെടുക്കണം എന്നുള്ളതാണ് BMS ആവശ്യപ്പെടുന്നത്. എന്നാൽ യാത്രക്കാരുടെ ടിക്കറ്റ് തുക സർക്കാർ സബ്സിഡിയായി കോർപ്പറേഷന് നേരിട്ട് നൽകുമെന്നും ബജറ്റിൽ ഇതിനായി പ്രത്യേക തുക വകയിരുത്തുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ. പദ്ധതി നടത്തിപ്പ് KSRTCക്ക് അധിക ബാധ്യതയാകില്ല എന്ന ഉറപ്പുകൂടെ സർക്കാർ നൽകുന്നു. ഇതിനായി സ്ത്രീ യാത്രക്കാരുടെ കൃത്യമായ കണക്കെടുപ്പ് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നുള്ള രീതിയിൽ സബ്സിഡി നിരക്കിലുള്ള യാത്രാ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു മാതൃകയിലാണ് കേരളത്തിലും ഇത് നടപ്പിലാക്കുന്നത്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം സാമ്പത്തിക സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, തൊഴിൽ മേഖലയിലെ പങ്കാളിത്തം എന്നിവ വർദ്ധിപ്പിക്കുക ലക്ഷ്യം വിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഈ ഒരു മാതൃക നടപ്പിലാക്കുന്നത്. കേരളത്തിന് മുൻപ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ സമാന പദ്ധതികൾ നിലവിൽ വന്നു. ഇന്ത്യയിലുടനീളം നിലവിലുള്ളതോ ഉടൻ ആരംഭിക്കാൻ പോകുന്നതോ ആയിട്ടുള്ള അത്തരം പ്രധാനപ്പെട്ട ബസ് യാത്രാ പദ്ധതികൾ ഇവയാണ്. അതായത് ഡൽഹി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള പിങ്ക് ടിക്കറ്റ് സംവിധാനം വൻ സാങ്കേതിക മാറ്റത്തിനാണ് ഒരുങ്ങുന്നത്. DTC ക്ലസ്റ്റർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊരുക്കുന്ന നിലവിലെ പേപ്പർ ടിക്കറ്റുകൾക്ക് പകരം പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് അവതരിപ്പിക്കാനാണ് ഗതാഗത വകുപ്പ് ഡൽഹിയിൽ ഉദ്ദേശിക്കുന്നത്. പദ്ധതി ഘട്ടം ഘട്ടമായി ഡിജിറ്റൽ വൽക്കരിക്കുന്നതോടെ യാത്രാ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താനും കൂടുതൽ സുതാര്യം ഉറപ്പാക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്മാർട്ട് കാർഡുകൾ ബസ്സിലെ മെഷീനുകളിൽ പഞ്ച് ചെയ്താലും ഇനി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനാകും. സ്ത്രീകൾക്കിടയിൽ പൊതുഗതാഗത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും നഗരത്തിലുടനീളം യാത്ര കൂടുതൽ താങ്ങാവുന്നതിലും പ്രാപ്യമാക്കുന്നതിനുമാണ് പിങ്ക് ടിക്കറ്റ് പദ്ധതി തുടക്കത്തിൽ ആരംഭിച്ചത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സർക്കാർ 2021 വിടിയൽ പയണം പദ്ധതി അവതരിപ്പിച്ചത്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നതാണ് ഈ പദ്ധതി. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, വിദ്യാർത്ഥിനികൾ, സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ എന്നിവർക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാണ് ഈ പദ്ധതി മുഖാന്തരം ലഭ്യമാകുന്നത്. തമിഴ്നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകളുടെ ദൈനംദിന ജീവിത നിലവാരം ഉയർത്താൻ ഈ സൗജന്യ ബസ് യാത്രയ്ക്ക് സാധ്യമായി എന്നാണ് വിലയിരുത്തൽ. കർണാടകയിൽ 2023 ആരംഭിച്ച ശക്തി പദ്ധതി സംസ്ഥാനത്തിൽ ഉടനീളമുള്ള സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്നു. പദ്ധതി പ്രകാരം അർഹരായ ഗുണഭോക്താക്കൾക്ക് കർണാടക സംസ്ഥാന ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാം. ദൈനംദിന യാത്രക്കാരിൽ ചെലുത്തിയിട്ടുള്ള വലിയ സ്വാധീനം കാരണം പദ്ധതി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ക്ഷേമ നടപടികളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. കൂടുതൽ വിപുലമായിട്ടുള്ള സാമൂഹിക ക്ഷേമ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് 2021 പഞ്ചാബിൽ സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യ ബസ് യാത്രാ പദ്ധതി അവതരിപ്പിച്ചത്. സ്ത്രീകളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലവസരങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സേവനങ്ങൾ അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. യാത്രാ ചെലവുകൾ പൂർണ്ണമായും ഒഴിവായതോടെ ഉൾഗ്രാമങ്ങളിലെ സ്ത്രീകൾക്ക് പോലും ഉന്നത വിദ്യാഭ്യാസത്തിനും മികച്ച ആരോഗ്യ പരിപാലനത്തിനും ഉള്ള അവസരങ്ങൾ എളുപ്പമായി പ്രാപ്യമായി. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജമ്മു ശ്രീനഗർ മുനിസിപ്പൽ കോർപ്പറേഷനിലും സ്ത്രീകൾക്ക് മാതൃകയായിട്ട് പ്രത്യേക സൗജന്യ സിറ്റി ബസ് സർവീസുകൾ ആരംഭിച്ചിരുന്നു. നഗരപരിധികൾക്കുള്ളിൽ സർവീസ് നടത്തുന്ന ഈ ബസ്സുകൾ വനിതാ യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വം, യാത്രാ സൗകര്യം എന്നിവ ഉറപ്പാക്കുമെന്നാണ് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ വിജയകരമായിട്ടുള്ള മാതൃക പിന്തുടർന്നുകൊണ്ടാണ് പശ്ചിമ ബംഗാളിലെ സ്ത്രീകൾക്കും സൗജന്യ യാത്ര ഒരുക്കാൻ തീരുമാനിച്ചത്. പിങ്ക് ടിക്കറ്റ് അല്ലെങ്കിൽ സീറോ ഫെയർ ടിക്കറ്റ് എന്നുള്ള സംവിധാനത്തിലൂടെയാണ് അവിടെ പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന ഗതാഗത വകുപ്പ് തീരുമാനിച്ചത്.
സാധാരണക്കാരായ 10,000-കണക്കിന് വനിതാ യാത്രക്കാർക്ക് ഈ തീരുമാനം വലിയ ആശ്വാസമാകുമെന്നാണ് നിരീക്ഷണം. ഇതിനിടയിലാണ് ഇപ്പോൾ കേരളത്തിലും സമാന രീതിയിൽ വലിയ ആഘോഷത്തോടെ 15-ാം തീയതി ഈ ഫ്രീ സർവീസുകൾ എന്നുള്ളത് പ്രാബല്യത്തിന് വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കേരളത്തിലെ VD സർക്കാരിന്റെ ആത്മാഭിമാനം.